ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മളൊരു ഒക്ടൽ നമ്പറിനെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ ബൈനറിനെ തന്നിരിക്കുന്നത് തിരിച്ച് നമുക്ക് എങ്ങനെ ഒക്ടലാക്കാം എന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനൊന്ന് ഇടാം, യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് കാണുക. അപ്പം നമുക്ക് ഒക്ടലിനെ എങ്ങനെ ബൈനറി ആക്കുന്നു എന്ന് നോക്കാം. എടുത്തിരിക്കുന്നത് 115 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പറാണ്. അപ്പോൾ ഈ ഒരു നമ്പറിനെ ബൈനറി ആക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ബൈനറിയിൽ തന്നിരിക്കുന്ന ഒരു നമ്പറിനെ തിരിച്ച് ഒക്ടലാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? ഗ്രൂപ്പിംഗ് ആണ് ചെയ്യുക. അതായത് ബൈനറിയിൽ തന്നിരിക്കുന്ന ഒരു നമ്പറിനെ തിരിച്ച് ഒക്ടലാക്കണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് 3 എലമെൻസിൻ്റെ ഗ്രൂപ്പായിട്ട് എടുത്ത് 421 എന്ന് പറയുന്ന സിസ്റ്റം വെച്ചിട്ട് അതിനെ നെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ തിരിച്ച് നമുക്ക് ഒക്ടലിൽ തന്നിരിക്കുന്നതിനെ ബൈനറി ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ 421 എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിലേക്ക് ആദ്യം അതിനെ എഴുതുകയാണ് ചെയ്യുന്നത്. എങ്ങനെ എഴുതാം? 115 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യനെ ഓരോ ഡിജിറ്റിനെ 421-ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി ഫോർമാറ്റിലോട്ട് എടുത്തെഴുതുക. അതായത് 1 എന്ന് പറയുന്ന ഡിജിറ്റ് ഈ 421 സിസ്റ്റത്തിൽ എവിടെയൊക്കെ 1 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു സം കിട്ടും. എവിടെയൊക്കെ ഇട്ട് കൊടുക്കാം? 1-ൻ്റെ പ്ലേസിൽ മാത്രം മതി. അതായത് 001. ഇതും സെയിം തന്നെ ആയതുകൊണ്ട് നമുക്ക് 001 തന്നെ എഴുതാം. ഇനി 421 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എവിടെയൊക്കെ 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ടോട്ടൽ സം കാണുമ്പോൾ 5 കിട്ടും. എവിടെയൊക്കെ 1 ഇട്ട് കൊടുക്കാം? 4-ൻ്റെ ഇവിടെ 1 ഇട്ട് കൊടുക്കാം, 1-ൻ്റെ ഇവിടെ 1 ഇട്ട് കൊടുക്കാം. 4 1 5 അതായത് 101. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് നമുക്കിപ്പം ഒക്ടലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ബൈനറി ആൻസർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 421 എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതി നമ്മൾ 3 ഡിജിറ്റ്സ് ആണ് എടുക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക. ഓരോരോ ഒക്ടലിൽ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഓരോരോ ഡിജിറ്റ്സിനും ഈക്വലൻ്റ് ആയിട്ട് 421 സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ 3 നമ്പർ ആയിട്ട് അതിനെ എഴുതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി. അടുത്തിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിളും കൂടി എടുത്തിട്ടുണ്ട്. 115.54 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിനെ എങ്ങനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മോളിൽ പറഞ്ഞ ആ സ്റ്റെപ്പ് പോലെ തന്നെ ഒരു ഡിഫറൻസും ഇല്ല. ജസ്റ്റ് ഇടയ്ക്കൊരു പോയിന്റ് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എന്താണ്, നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 115.54 എന്ന് പറയുന്നതാണ്. ഇവിടെയും നമ്മൾ 421 എന്ന് പറയുന്ന സിസ്റ്റം അപ്ലൈ ചെയ്യുക. 115-ന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടു. എന്തായാലും ഒന്നുകൂടി എഴുതിയേക്കാം. 421 എങ്ങനെ കിട്ടി? 001. കാരണം 421 വെച്ചിട്ട് ഈ 1 മതി. ഇതും 001. 5-ൻ്റെ ഈക്വലൻ്റ് ആയിട്ട് എന്ത് കിട്ടി? 421 എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ ഇടുമ്പം 4 1 5. അപ്പോൾ 101. ഇനി ഈ ഡോട്ട് ഇതുപോലെ തന്നെ ഇട്ടുള്ള ഒരു ഡിഫറൻസും ഇല്ല. 5-ൻ്റെ ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു 101. ഇനി 4-ൻ്റെ ഈക്വലൻ്റ് എന്താണ്? 4-ൻ്റെ ഇത് വരാനായിട്ട് 4 എന്ന് പറയുന്ന സ്ഥാനത്ത് മാത്രം 1 ഇട്ടാൽ മതി. അതായത് 100. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒക്ടൽ നമ്പറിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് ഇതാണ്.